മലപ്പുറം നിലമ്പൂർ മുണ്ടേരി തലപ്പാലിയിൽ നടത്തിയ തിരച്ചിലിൽ ശരീരഭാഗം കണ്ടെത്തി. ചാലിയാറിന്റെ തീരത്ത് നടത്തിയ തിരച്ചിലിലാണ് ശരീരഭാഗം കണ്ടെത്തിയത്. അരുൺ അമർനാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, എപ്പോൾ മുതലാണ് തിരച്ചിൽ തുടങ്ങിയത്? ശരീരഭാഗം കണ്ടെത്തിയത് എവിടെ നിന്നാണ്? കൃത്യമായി എന്താണ് വിവരങ്ങൾ? ചാലിയാറിലെ തെരച്ചിൽ അത്തരത്തിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇന്നലെ 2 ശരീരഭാഗങ്ങൾ ഈ മേഖലയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി ഇന്ന് ഈ വിവിധ സേനയ്ക്കൊപ്പം സന്നദ്ധ പ്രവർത്തകർ കൂടി ഉൾപ്പെട്ട ജനകീയ തെരച്ചിലാണ് നടക്കുന്നത്. NDRF ഉണ്ട്, അഗ്നിരക്ഷാ സേനയുണ്ട്, ഒപ്പം തന്നെ ഈ വനം വകുപ്പിന്റെ ടീമുണ്ട്, തണ്ടർബോൾട്ട് ഉണ്ട്. ഇവരോടൊപ്പം തന്നെ വിവിധ സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് തെരച്ചിൽ. രാവിലെ ഒരു 10 മണിയോടുകൂടിയാണ് ഈ ഒരു മേഖലയിൽ നിന്ന് ഈ ഒരു ശരീരഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. ഈ തുരുത്തുകളാണ്, ഉൾവനത്തിലുള്ള തുരുത്തുകളാണ്. ഈ പ്രദേശത്ത് ഈ മണ്ണ് ഇടിഞ്ഞു കിടക്കുന്ന പ്രദേശമുണ്ട്. ഇതിന് സമീപമായാണ് ഈ ഒരു ശരീരഭാഗം ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, ഈ ചാലിയാറിലെ ഒരു തെരച്ചിൽ അത്തരത്തിൽ അടിയൊഴുക്കുണ്ട്, ദുഷ്കരമായ ഒരു സാഹചര്യമുണ്ട്. ഇതിനെ മറികടന്നുകൊണ്ടുള്ള തെരച്ചിലാണ് ചാലിയാർ മേഖലയിൽ നടന്നിട്ടുള്ളത്. നേരത്തെ സൈന്യം വ്യക്തമാക്കിയതാണ്, സൂചിപ്പാറ മുതൽ ഇങ്ങോട്ടുള്ള മേഖലകളിലാണ് ഈ മൃതദേഹങ്ങൾ, ഈ ശരീരഭാഗങ്ങൾ കണ്ടെടുക്കാനുള്ള സാധ്യത കൂടുതലെന്ന് സൈന്യം ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ ഈ പ്രദേശവാസികളുടെ കാര്യം കൂടെ നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. അവർക്ക് അവരുടെ പക്കലുള്ള അത്തരത്തിലുള്ള സന്നാഹങ്ങളില്ല. ആകെ അവരുടെ ഒരു ചങ്ങാടമുണ്ട്, ഒരു മുളയുണ്ട്. ഇത്തരത്തിൽ ഈ മണ്ണിനെ അറിയാം, ഈ പുഴയെ അറിയാം, കുത്തൊഴുക്ക് അറിയാം എന്നുള്ളതാണ് അവരുടെ മനോധൈര്യം. അത്തരത്തിൽ അവർ കൂടി ഈ സുരക്ഷയ്ക്ക് ഒപ്പം തന്നെ, ഈ സന്നാഹത്തിനൊപ്പം തന്നെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ചാലിയാറിലെ ഊർജിതമായ തെരച്ചിൽ പുരോഗമിക്കുന്നതിടെയാണ് ഇപ്പോൾ ഒരു ശരീരഭാഗം കൂടി കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യം ഇന്നും ഈ പരിശീലനം ലഭിച്ച സേനാംഗങ്ങൾ തന്നെയാണല്ലോ അവിടെ പരിശോധന നടത്തുന്നത്. എത്ര നേരം ഈ തെരച്ചിൽ തുടരുമെന്നാണ് അറിയുന്നത്, അരുൺ? അത് ഇന്നലെയൊക്കെ ഉച്ച വരെ ഈ ഒരു തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. ഈ ഒരു മേഖലയിൽ നിന്ന് നിത്യേന, അതായത് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ തന്നെ ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇനിയും ഈ ഒരു പ്രദേശത്ത് ഈ മണ്ണ് ഇടിഞ്ഞു കിടക്കുന്ന മേഖലകളിലൊക്കെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വനത്തിൽ ഒരു തുരുത്തുകളുണ്ട്. ഈ മേഖലയിൽ നിന്നൊക്കെയാണ് അധികമായും ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഇനിയും സാധ്യതയുണ്ട് എന്നൊരു നിഗമനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രദേശത്തെ തിരച്ചിൽ ഊർജിതമാക്കിയത്. ഇന്നലെ ഈ സന്നദ്ധ പ്രവർത്തകർ ഉണ്ടായിരുന്നില്ല, സേനാ വിഭാഗങ്ങൾ മാത്രമായിരുന്നു. ഇന്ന് സന്നദ്ധ പ്രവർത്തകരെ കൂടി ഉൾപ്പെടുത്തിയൊരു തെരച്ചിൽ നടത്തുന്നത് അത്തരം സാഹചര്യത്തിൽ കൂടിയാണ്. അത് പുരോഗമിക്കും എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ സൂചനകൾ ലഭിക്കുന്നതിന്റെ അനുസരിച്ച് ചിലപ്പോൾ സമയം ഉൾപ്പെടെ നീണ്ടുപോകാം എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് നടത്തുന്നത്. ഒപ്പം തന്നെ നാട്ടുകാരും പ്രദേശവാസികളും സഹായിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അരുൺ, ഇപ്പോഴും തുടർച്ചയായ ദിവസങ്ങളിൽ അവിടെ നിന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തുകയാണ്. DNA പരിശോധനാ ഫലമടക്കം വന്നാൽ ഈ കാണാതായ ആളുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം, ഒരു വ്യക്തതയുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ തുടർച്ചയായി മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടുന്ന നിലയ്ക്ക് കൂടുതൽ ദിവസങ്ങളിൽ പരിശോധന തുടരേണ്ടി വരും അവിടെ, അല്ലേ? അതെ, ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു തെരച്ചിലിന്റെ പ്രാധാന്യം. കാരണം നമുക്കറിയാം, ഈ ദുരന്തത്തിന്റെ ഒരു ആഘാതം എന്ന് പറയുന്നത്, ഒരു അവശേഷിപ്പെന്ന് പറയുന്നത് ഈ കോടുകൾ മാത്രമായി അവശേഷിക്കുന്ന മനുഷ്യർ. അപ്പോൾ ഇവരെയൊക്കെ തിരിച്ചറിയാൻ എന്തെങ്കിലും ഒരു പ്രതീക്ഷയിൽ ക്യാമ്പുകളിലൊക്കെ കഴിയുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഈ തെരച്ചിൽ, ഈ DNA പരിശോധനാ ഫലം കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ, ഈ മുറിവിനോട് ഉൾക്കൊള്ളാൻ, ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അത്തരത്തിലെങ്കിലും ഒരു തിരിച്ചറിയാനെങ്കിലും സാധിക്കും എന്നൊരു പ്രതീക്ഷയിലൊക്കെ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്, അവരെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത്. അത്തരത്തിൽ ഈ മൃതദേഹ ശരീരഭാഗങ്ങൾ കിട്ടുമ്പോൾ ഇനിയും തെരച്ചിൽ നീണ്ടുപോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമുക്ക് എന്തായാലും വിലയിരുത്താനാവുക എന്നുള്ളത് തന്നെയാണ് മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ. അരുൺ അമർനാഥാണ് വിവരങ്ങൾ നൽകിയത്. ചാലിയാറിൽ നിന്ന് വീണ്ടും മൃതദേഹ അവശിഷ്ടം കണ്ടെത്തി സന്നദ്ധ സേവന പ്രവർത്തകരെ കൂടി ഉൾപ്പെടുത്തിയുള്ള തിരച്ചിലാണ് ഇന്ന് നടത്തുന്നത്. തുടർച്ചയായ ദിവസങ്ങളിൽ അവിടെ നിന്ന് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുന്നതിനാൽ കൂടുതൽ തിരച്ചിൽ വേണ്ടിവരും എന്ന നിഗമനത്തിൽ തന്നെയാണ് അധികൃതരുള്ളത്.